Good morning. Today we are going to discuss problems on liquid pressure. So here it is the first question for you. Convert the following to absolute pressure. First one is pressure of 15 meter of water. Second, vacuum pressure of 4.5 meter of water. Third, pressure of 740 kilonewton per meter square. And fourth one is vacuum pressure of 58 kilonewton per meter square. നമുക്ക് ഒരുപാട് പ്രഷറിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ പ്രഷറിനെ എല്ലാം നമ്മൾ അബ്സല്യൂട്ട് പ്രഷർക്ക് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രഷർ ഓഫ് 15 മീറ്റർ ഓഫ് വാട്ടർ. അല്ലേ? 15 മീറ്റർ ഓഫ് വാട്ടർ ആണ് നമ്മുടെ പ്രഷർ. നമുക്ക് പ്രഷർ തന്നിട്ടുള്ളത് വാട്ടർ കോളത്തിന്റെ ബേസിസിലാണ്. ഓക്കേ. നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാട്ടർ കോളത്തിന്റെ ബേസിലാണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ? 10.33 മീറ്റർ ഓഫ് വാട്ടർ. ഓക്കേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആണ്. ഓക്കേ. ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു 15 മീറ്റർ ഓഫ് വാട്ടർ. Atmospheric pressure is equal to 10.33 meter of water. So, എന്തായിരിക്കും absolute pressure? ഗേജ് പ്രഷർ തന്നിട്ടുണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ absolute pressure എന്തായിരിക്കും? രണ്ടിന്റെയും കൂടെ സം. ആൾജിബ്രായിക് സം ആണ് വരിക. ഇവിടെ പോസിറ്റീവ് ആണ് വരിക. ഗേജ് പ്രഷർ പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട്. ഓക്കേ. So absolute pressure is equal to gauge pressure plus atmospheric pressure, that is 15 plus 10.33, which is equal to 25.33 meter of water. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാക്വം പ്രഷർ ഓഫ് 4.5 മീറ്റർ ഓഫ് വാട്ടർ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രഷർ വാട്ടർ കോളത്തിന്റെ ബേസിസിലാണ്. പക്ഷെ തന്നിരിക്കുന്ന പ്രഷർ എന്താണെന്ന് കൂടെ തന്നിട്ടുണ്ട്, വാക്വം പ്രഷർ ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആണ്. അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്തായിരിക്കും? അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ദിസ് വാക്വം പ്രഷർ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തിന്റെ ബേസിലുള്ളതാണ് എടുക്കേണ്ടത്? വാട്ടർ കോളത്തിന്റെ ബേസിസിലുള്ളത്. ഓക്കേ. Absolute pressure is equal to atmospheric pressure minus vacuum pressure, that is 10.33 minus this value 4.5. vacuum pressure ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെഗറ്റീവ് കൊടുത്തിട്ടുള്ളത്. So we are obtaining 5.83 meter of water. Third question is pressure of 740 kilonewton per meter square. So ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രഷർ വാല്യൂ എന്ന് പറയുന്നത് എയർ കോളത്തിന്റെ ബേസിസിലുള്ളതാണ്. നമുക്ക് കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ ഒരു വാല്യൂ ഇല്ലേ? ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 101.33 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അല്ലെ? സോ ഇവിടെ എടുക്കേണ്ട അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101.33 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇവിടുത്തെ ഗേജ് പ്രഷർ എന്ന് പറയുന്നതാണ് 740 kilonewton per meter square. Atmospheric pressure, ATM pressure is equal to 101.33 kilonewton per meter square. ഇവിടെ തന്നിട്ടുള്ള ഗേജ് പ്രഷർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Absolute pressure is equal to 740 plus 101.33, which is equal to 841.33 kilonewton per meter square. Fourth one is vacuum pressure of 58 kilonewton per meter square. അപ്പോൾ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കുക, കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 101.33 kilonewton per meter square ആണ്.
പിന്നെ തന്നിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. വേപ്പം പ്രഷറാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ എന്തായിരിക്കും അബ്സല്യൂട്ട് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വേപ്പർ പ്രഷർ അല്ലേ? അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ 101.33 മൈനസ് വേപ്പർ പ്രഷർ ആണ്, നെഗറ്റീവ് ആണ് 58, which is equal to 43.33 kilonewton per meter square. Second question for you is convert 6.4 into 10 raised to 5 Newton per meter square into pressure head. A. Equivalent water height. B. Equivalent liquid having specific gravity 0.78. C. Equivalent mercury head. നമുക്കൊരു പ്രഷർ ഹെഡ് തന്നിട്ടുണ്ട് 6.4 into 10 raised to 5 Newton per meter square. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ വാല്യൂവിനെ കറസ്പോണ്ടിങ് വാട്ടർ ഹൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 0.78 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ലിക്വിഡിന്റെ ഹൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെർക്കുറി ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P ഈസ് ഈക്വൽ ടു WH. ഇതിൽ നിന്നും നമുക്ക് കറസ്പോണ്ടിങ് പ്രഷർ ഹെഡിന്റെ ഇക്വേഷൻ ആണ് H ഈസ് ഈക്വൽ ടു P ബൈ W. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ഹൈറ്റ് കണ്ടുപിടിക്കണം. H ഈസ് ഈക്വൽ ടു P by W. P is given 6.4 into 10 raised to 5 divided by W. W എന്താണ്? സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി. അതിന് നമ്മളൊരു എക്സ്പ്രഷൻ പഠിച്ചില്ലായിരുന്നോ? W is equal to rho G അല്ലേ? ഇവിടെ rho എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്താണ്? 9.81. സോ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടുന്നത് 65.24 മീറ്റർ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹെഡ് ആണ്, പ്രഷർ ഹെഡ് ആണ്. സോ അതിന്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കും. ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെപ്ത് അല്ലേ, ഹൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് മീറ്ററിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വാലന്റ് ലിക്വിഡ് ഹാവിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.78. നമുക്ക് 0.78 ഉള്ള ഒരു ലിക്വിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഹെഡ് എന്തായിരിക്കും? വലിയ ചേഞ്ചസ് ഒന്നും വരില്ല, ഇല്ലല്ലോ. H is equal to same 6.4 into 10 raised to 5 divided by നമുക്ക് തന്നിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അല്ലേ? ആ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. 0.78 into ബാക്കി സെയിം 1000 into 9.81. ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 83.64 മീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂ എന്ന് പറയുന്നത് 6.4 10 raised to 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് ആണ്. അവിടെയുള്ള ലിക്വിഡ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.78 ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കണം. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെർക്കുറി ഹെഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.78 കൊടുത്തു. അപ്പൊ ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെർക്കുറി ഹെഡ് കിട്ടണമെങ്കിൽ ഈ 0.78 എന്നുള്ളത് നമുക്കുള്ള ലിക്വിഡ് ഇപ്പൊ ഏതാണ്? മെർക്കുറിയാണ്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊടുത്താൽ മതി. ഓക്കെ. That is H is equal to 6.4 into 10 raised to 5 divided by മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം 13.6 ആണ്. ഓക്കെ. ഇൻറ്റു ബാക്കി സെയിം 1000 ഇൻറ്റു 9.81. ഓക്കെ. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പ്രഷർ 13.6 മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, 1000 വാട്ടറിന്റെ ഡെൻസിറ്റി, 9.81 G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ. സോ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 4.797 മീറ്റർ ആണ്. ഓക്കെ. Third question is convert the following gauge pressures into absolute pressure. നമുക്ക് തന്നിട്ടുള്ള ഗേജ് പ്രഷേഴ്സിനെ absolute pressure ആക്കി മാറ്റണം. First one is 6.5 into 10 raised to 5 Newton per meter square. Second one 3 meter of oil column which is having a specific gravity 0.92, and third one is 3.5 meter of water column. Okay. First question നോക്കാം. ഗേജ് പ്രഷർ തന്നിട്ടുള്ളത് 6.5 into
10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇതിന്റെ യൂണിറ്റ് നോക്കുക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അത് എയർ കോളത്തിന്റെ ബേസിസിലുള്ളതാണ്. അതിന്റെ കറസ്പോണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയറിന്റെ ബേസിസിലുള്ള കറസ്പോണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101.33 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായതുകൊണ്ട് ഞാൻ ഈ കിലോക്ക് പകരം 1000 കൊടുത്തു. 101.33 into 1000 Newton per meter square. So we can write 1.01 into 10⁵ Newton per meter square. അപ്പോൾ നമുക്ക് ഗേജ് പ്രഷർ കിട്ടി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഗേജ് പ്രഷർ പോസിറ്റീവ് ആയതുകൊണ്ടാണ് പ്ലസ് എടുത്തത്. Then we are obtaining 6.5 into 10⁵ plus 1.01 into 10⁵ is equal to 7.51 into 10⁵ Newton per meter square. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3 മീറ്റർ ഓഫ് ഓയിൽ കോളമാണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.92 ആണ്. ഇതിന് നമ്മൾ അബ്സല്യൂട്ട് പ്രഷറിലോട്ട് മാറ്റണം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി 0.92ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷറിലുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, P = WH. ഇതിൽ W എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ജി ആണ് അല്ലേ? സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡെൻസിറ്റി കിട്ടാൻ വേണ്ടി W = റോ ജിയിൽ റോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി എടുത്തെഴുതുക 0.92, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. W = റോ ജി ആണ്. അതിലെ റോയുടെ വാല്യൂ ആണ് ഇത്രയും വരെ, ജിയുടെ വാല്യൂ 9.81, ഹൈറ്റ് h എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 3 into 3. സോ നമുക്ക് ഇതിന്റെ വാല്യൂ 27.07 into 10⁵3 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 1.01 into 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. സോ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് തന്നെയല്ലേ, അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടാൽ മതി. ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന വാല്യൂ 27.07 into 10⁵3 ആണ്. ഞാൻ ഈ പോയിന്റിനെ ഇങ്ങോട്ട് ഇട്ടു, അങ്ങനെ ഇവിടെ 10⁵5 എഴുതി. കാരണം ഇവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10⁵5 അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ എഴുതിയെന്നുള്ളൂ. അങ്ങനെ എഴുതിയില്ലെങ്കിലും ആൻസർ കിട്ടും. ഓക്കെ. 0.2707 into 10⁵5 plus 1.01 into 10⁵, which is equal to 1.2807 into 10⁵ Newton per meter square. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 3.5 മീറ്റർ ഓഫ് വാക്വം വാട്ടർ കോളം. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാട്ടർ കോളത്തിന്റെ ബേസിസിൽ എന്തായിരിക്കും? അതിന്റെ വാല്യൂ 10.33 മീറ്റർ ഓഫ് വാട്ടർ ആണ് അല്ലേ? ഇവിടെ വാട്ടർ കോളം വാക്വം ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. സോ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. വാക്വം പ്രഷറിന്റെ വാല്യൂ that is equal to 10.33. ഇവിടുത്തെ വാക്വം പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? 3.5. വാക്വം പ്രഷർ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തു, which is equal to 6.83 meter of water. Fourth question is a rectangular tank 14.2 meter long and 1.5 meter wide contains water to a depth of 2 meters. Find the intensity of pressure on the base of the tank and the total pressure on the end. ഒരു റെക്ടാങ്കുലർ ടാങ്ക് തന്നിട്ടുണ്ട്. അതിന്റെ ലെങ്ത് 14.2 മീറ്റർ ആണ്, അതിന്റെ ഡെപ്ത് 2 മീറ്റർ ആണ്, അതിന്റെ വിഡ്ത്ത് 1.5 മീറ്റർ ആണ്. ഇതിലുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ ബേസിലുള്ള ഇന്റൻസിറ്റി ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. അതുപോലെ ടോട്ടൽ പ്രഷർ, എൻഡിലുള്ള ടോട്ടൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. Okay, so intensity of pressure on the base, we are having expression P is equal to WH. W we can write rho G, then P is equal to rho G H. Okay, so we can write G 9.81, water alle 10. ഇവിടെ ഈ റെക്ടാങ്കുലർ ടാങ്കിലുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോ വാട്ടറിന്റെ ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് 1000, G acceleration due to gravity 9.81, ടാങ്കിന്റെ ഡെപ്ത് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് 2. then we are obtaining P is equal to 19.620 Newton per meter square. Okay, so ടാങ്കിന്റെ ബേസിലുള്ള പ്രഷറിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 19.620 Newton per meter square. ഫ്രീ സർഫസിലുള്ള പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും? 0.
So average pressure on the end is equal to 0 plus WH by 2. 0 free surface value, WH bottom, ടാങ്കിന്റെ bottom അഥവാ ബേസിലുള്ള വാല്യൂ, ആവറേജ് ആയതുകൊണ്ട് divided by 2. So total pressure on the end is equal to this average pressure into area of the end. This average pressure WH by 2 is equal to WH ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 19.62 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഏരിയ ഓഫ് ദ എൻഡ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിന്റെ ഏരിയ ആണ് എടുക്കേണ്ടത്? നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്ക് ഇങ്ങനെയുണ്ട്, ടാങ്കിന്റെ ഈ സൈഡിന്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടാങ്കിന്റെ ഏരിയയിൽ ഏതൊക്കെയാണ് ഡയമെൻഷൻ ആയിട്ട് വരിക? ഡെപ്ത് 2 മീറ്ററും വരും, അതിന്റെ വിഡ്ത്ത് 1.5 മീറ്ററും വരും. സോ അതാണ് ഇവിടെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് അത് കാണിച്ചിട്ടുള്ളത്. ഡെപ്ത് 2 മീറ്ററും അതുപോലെ അതിന്റെ വിഡ്ത്ത് 1.5 മീറ്ററും. അപ്പോൾ ഇതാണ് ഏരിയ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ എന്തുകൊണ്ടാണ് ഏരിയ അങ്ങനെ എടുക്കുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് കോളം, നമുക്ക് വാട്ടർ കോളല്ലേ, അതിന്റെ വെയിറ്റ് കാരണമാണ് ഇവിടെ ഒരു വെർട്ടിക്കൽ പ്രഷർ ഉണ്ടാകുന്നത്. ഈ വെർട്ടിക്കൽ പ്രഷർ കാരണം സൈഡ്സിൽ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ പ്രഷർ കിട്ടുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ സൈഡിന്റെ ഏരിയ ആയിട്ട് അതാണ് വരുന്നത്. ഓക്കെ, which is equal to 58.86 kilonewton. Okay, thank you.